ഇംഗ്ലീഷിൽ മുഴുവൻ ടെൻസുകൾ നമുക്ക് ഒരു മിനിറ്റിൽ പഠിച്ചാലോ? ഐ ഡു, ഐ ആം ഡൂയിങ്, ഐ ഹാവ് ഡൺ, ഐ ഹാവ് ബീൻ ഡൂയിങ്, ഐ ഡിഡ്, ഐ വാസ് ഡൂയിങ്, ഐ ഹാഡ് ഡൺ, ഐ ഹാഡ് ബീൻ ഡൂയിങ്, ഐ വിൽ ഡു, ഐ വിൽ ബി ഡൂയിങ്, ഐ വിൽ ഹാവ് ഡൺ. ഇതിൻ്റെ ആൻസർ എന്താ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എപ്പോഴാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടത് കൺഫ്യൂഷൻ തോന്നുന്നുണ്ടോ? ഞാൻ 30 സെക്കൻഡ്സ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ എന്തെങ്കിലും ഫാക്ട്സ്, ഹാബിറ്റ്സ് അല്ലെങ്കിൽ ജനറൽ ട്രൂത്ത്സ് ഒക്കെ സംസാരിക്കുമ്പോഴാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അതൊരു ഫാക്റ്റ് ആണ്. ഐ ഡ്രിങ്ക് കോഫി എവറി മോർണിംഗ്, അതൊരു ഹാബിറ്റ് ആണ്. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, അതൊരു ജനറൽ ട്രൂത്ത് ആണ്. അതിന്റെ റൂൾ ഇങ്ങനെയാണ്: ഹി, ഷീ അല്ലെങ്കിൽ ഇറ്റ് വരുമ്പോൾ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യണം. ഷീ പ്ലേസ് ഫുട്ബോൾ, പ്ലേ അല്ല പ്ലേസ്. ഷീ പ്ലേസ് ഫുട്ബോൾ. ഐ, യു, വി ആൻഡ് ദേ ഒക്കെ വരുമ്പോൾ ബേസ് വെർബ് യൂസ് ചെയ്യാം. ഐ പ്ലേ ഫുട്ബോൾ, വി പ്ലേ ഫുട്ബോൾ, യു പ്ലേ ഫുട്ബോൾ, ദേ പ്ലേ ഫുട്ബോൾ. നമ്മുടെ സെന്റൻസ് കുറച്ചുകൂടി നാച്ചുറൽ ആക്കാൻ വേണ്ടിയിട്ട് ഓൾവേസ്, നെവർ, എവറി ഡേ എന്നിങ്ങനെയുള്ള ടൈം വേർഡ്സുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ആൻഡ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചൊരു സെന്റൻസ് കമന്റ് ചെയ്യുക. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മൾ ഐ ഈറ്റ് എന്ന് പറയുന്നതിന് പകരം ഐ ആം ഈറ്റിംഗ് എന്ന് പറയുന്നത്? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോഴത്തെ സിറ്റുവേഷനോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്കോ ആണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അത് ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്: സബ്ജക്ട് പ്ലസ് ഈസ് ആർ പ്ലസ് വെർബ് പ്ലസ് ING. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഐ ആം സ്റ്റഡിങ് ഇംഗ്ലീഷ്, ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ പ്ലാൻസിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഐ ആം മീറ്റിംഗ് മൈ ഫ്രണ്ട് ടുമോറോ. ഒരു ക്വിക്ക് ടിപ്പ് പറഞ്ഞുതരാം. ഐ ആം ലവ് ദിസ് മൂവി എന്ന് പറയാൻ പാടില്ല. നമ്മുടെ ഫീലിംഗ്സിന് നമ്മൾ സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യുക. ലൈക്ക് ഐ ലവ് ദിസ് മൂവി. ഇപ്പോൾ നിങ്ങൾക്ക് പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ അറിയാമല്ലോ. ഇനി അത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആയിട്ട് കണക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മൾ ഐ എയ്റ്റ് എന്ന് പറയുന്നതിന് പകരം ഐ ഹാവ് ഈറ്റൺ എന്ന് പറയുന്നത്? ഞാൻ 30 സെക്കൻഡ്സ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പാസ്റ്റിനെ പ്രസന്റ് ആയിട്ട് കണക്ട് ചെയ്യും. ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും അതിന്റെ ഇമ്പാക്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്, ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനി എനിക്ക് റിലാക്സ് ചെയ്യാം. ഷീ ഹാസ് വിസിറ്റഡ് ജർമ്മനി, അവൾ ഇപ്പോൾ അവിടെ ഇല്ല, എന്നാലും വിസിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് അവളുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമുല എങ്ങനെയാണ്? സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈസി റൈറ്റ്? ഇനി നിങ്ങളുടെ ടേൺ ആണ്. ഹാസ് ഓർ ഹാവ് ഉപയോഗിച്ച് സെന്റൻസ് കമന്റ് ചെയ്യുക ആൻഡ് ഐ വിൽ ചെക്ക് ഇറ്റ് ഫോർ യു. മാസ്റ്റർ ദ പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് മേക്ക് യുവർ ഇംഗ്ലീഷ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് നമുക്ക് 30 സെക്കൻഡ്സ് കൊണ്ട് പഠിച്ചാലോ? പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തതും അത് ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് ഫിനിഷ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഓൾ ഡേ, അത് പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത കാര്യമാണ് ആൻഡ് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ദേ ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ ആൻ അവർ, അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ ആണ്. പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത കാര്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ജസ്റ്റ് ഫിനിഷ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്ലൂവന്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. യെസ്റ്റർഡേ ഐ ഏറ്റ് pizza. ലാസ്റ്റ് വീക്ക് ഐ വാച്ച്ഡ് എ മൂവി. സിമ്പിൾ റൈറ്റ്? നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് കറക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, ഹി പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ, ഹി വെന്റ് ടു ചർച്ച് ലാസ്റ്റ് സൺഡേ. നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക, വെർബിന്റെ പാസ്റ്റ് ഫോം ആയിരിക്കും സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഗോ എന്നുള്ളത് വെന്റ് ആവും, ഈറ്റ് എന്നുള്ളത് എയ്റ്റ് ആവും. പിന്നെ മറക്കരുത്, നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ഡിഡ് നോട്ട് പ്ലസ് ബേസ് വെർബ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഡിഡ് നോട്ട് വാച്ച് TV ലാസ്റ്റ് നൈറ്റ്. ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡിഡ് യു സ്റ്റഡി യെസ്റ്റർഡേ? So tell me in the comments, what did you do yesterday? Practice makes perfect and the simple past is easier than you think. I ate എന്ന് പറയുന്നതിന് പകരം I was eating എപ്പോഴാണ് പറയേണ്ടത് നിങ്ങൾക്കറിയോ? പാസ്റ്റിൽ ഒരു സ്പെസിഫിക് ടൈമിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ആക്ഷനെ പറ്റി സംസാരിക്കുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. At 7 PM yesterday I was studying. ഇന്നലെ വൈകിട്ട് 7 മണിയായിരുന്നപ്പോൾ ഞാൻ പഠിക്കുകയായിരുന്നു. ആ സമയത്ത് ആ ആക്ഷൻ ഓൺഗോയിങ് ആയിരുന്നു. ഇതിന്റെ ഫോർമുല എങ്ങനെയാണ്? വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING. മനസ്സിലായോ? ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചൊരു സെന്റൻസ് കമന്റ് ചെയ്യുക. ലേണിംഗ് ഗ്രാമർ ഡസന്റ് ഹാവ് ടു ബി ബോറിംഗ്, റൈറ്റ്? സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പാസ്റ്റിനെ പറ്റി എങ്ങനെയാണ് സംസാരിക്കേണ്ടത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഇംഗ്ലീഷിൽ ഒരു ടൈം മെഷീൻ പോലെയാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റിൽ നടന്ന 2 കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോഴാണ്. പക്ഷെ ഒന്ന് മറ്റൊന്നിന് മുമ്പ് നടന്നതായിരിക്കും. അതിന്റെ ഫോർമുല എങ്ങനെയാണ്? ഹാഡ് പ്ലസ് past participle. Here is an example. I had finished my homework before the movie started. ഇതിൽ ആദ്യം ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു,
അതിനുശേഷമാണ് മൂവി സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതില്ലായിരുന്നെങ്കിൽ ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ബിഫോർ ദ മൂവി സ്റ്റാർട്ടഡ് എന്ന് വന്നേനെ. ഓക്കെ ആണ്, ബട്ട് ക്ലാരിറ്റി കുറവായിരിക്കും. നൗ ഇറ്റ്സ് യുവർ ടേൺ. നിങ്ങളുടെ തന്നെ ഒരു പാസ്റ്റ് പെർഫെക്റ്റ് സെന്റൻസ് കമന്റ് ചെയ്യുക. ഒരു പാസ്റ്റ് ഇവന്റിന് മുമ്പ് സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തെപ്പറ്റി എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുന്നത്. നിങ്ങളിത് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു കഫേയിൽ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയും ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 2 hours. ഐ വെയിറ്റഡ് എന്ന് മാത്രമായിട്ട് പറയില്ല, കാരണം അങ്ങനെ പറഞ്ഞാൽ ആ ഡ്യൂറേഷൻ അവിടെ കാണില്ലായിരിക്കും. ഇതിന്റെ ഫോർമുല എങ്ങനെയാണ്? ഹാഡ് ബീൻ പ്ലസ് വെർബ് ing. He had been studying for the exam when I called. She had been working hard before her promotion came. ഈ സെന്റൻസ് പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ കാണിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻസിനെ പറ്റി കോൺഫിഡന്റ് ആയിട്ട് മറ്റൊരാളോട് സംസാരിക്കണം. അതിന് നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യാം. നടക്കാൻ പോകുന്ന ആക്ഷനുകളെ പറ്റി സംസാരിക്കുമ്പോഴാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ വിൽ അല്ലെങ്കിൽ ഷാൽ ആയിരിക്കും ബേസ് വെർബിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ കോൾ യു ടുമോറോ. ഷീ വിൽ ഫിനിഷ് ദ പ്രൊജക്ട് സൂൺ. കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് കൺട്രാക്ഷൻസ് യൂസ് ചെയ്യാം. ലൈക്ക് ഐൽ, വിൽ. ഫോർ എക്സാമ്പിൾ, ഐൽ മീറ്റ് യു അറ്റ് 5. വിൽ വിൻ ദിസ് ഗെയിം. നിങ്ങൾക്ക് ഓൾറെഡി പ്ലാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഗോയിങ് ടു യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഐ എം ഗോയിങ് ടു വിസിറ്റ് ദ ബീച്ച് ദിസ് വീക്കെൻഡ്. They are going to launch the app soon. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം വിൽ അല്ലെങ്കിൽ ഗോയിങ് ടു വെച്ച് കോമന്റ് ചെയ്യുക. ലെറ്റ്സ് സീ യുവർ ഫ്യൂച്ചർ ഇൻ ആക്ഷൻ. നിങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റി മറ്റൊരാളോട് എങ്ങനെയാണ് പറയേണ്ടത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദിസ് ടൈം ടുമോറോ ഐ വിൽ ബി ഫ്ലൈയിങ് ടു ദുബായ്. നെക്സ്റ്റ് വീക്ക് they will be launching their new product. See how it paints a picture of the future. And you, what will you be doing this weekend? Scrolling reels or learning English with me? Drop your own future continuous tense in the comments. Let's practice. ഫ്യൂച്ചർ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫ്യൂച്ചറിൽ ഒരു സ്പെസിഫിക് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്ന ആക്ഷനുകളെ പറ്റി സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് മൈ പ്രോജക്റ്റ്. ബൈ നെക്സ്റ്റ് ഇയർ ഷീ വിൽ ഹാവ് ട്രാവൽ ടു 5 countries. ഇത് വളരെ ഈസിയാണ്. നിങ്ങൾ വിൽ പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ട്രൈ ചെയ്യാം. ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നിടത്ത് എന്തായിരിക്കും വരുന്നതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. മാസ്റ്റർ ദിസ് ടെൻസ് ആൻഡ് യു വിൽ സൗണ്ട് ലൈക്ക് എ പ്രോ. ഫോളോ മീ ഫോർ മോർ ഈസി ഇംഗ്ലീഷ് ടിപ്സ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് നമുക്ക് 30 സെക്കൻഡ്സിൽ പഠിച്ചാലോ? ഈ ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ കുറച്ച് നാളത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ പറ്റി സംസാരിക്കുമ്പോഴായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ബൈ നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 5 years. ഇത് ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് വെർബ് ing. It's simple and powerful. ഇനി നിങ്ങൾ തന്നെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് കമന്റ് ചെയ്യുക. Who knows, you will have been rocking English in no time. Let's learn English the smart way.